പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ ബംഗ്ലാദേശിലെത്തി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏറെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. മുസ്ലിം സഹോദര രാഷ്ട്രം എന്നുള്ള മേൽവിലാസവുമായിട്ടാണ്, ആ ഒരു മേൽവിലാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തകർന്നു കിടക്കുന്ന ബംഗ്ലാദേശിലേക്ക് വീണ്ടും ചൂണ്ടയിട്ടുകൊണ്ട് പാകിസ്ഥാൻ എത്തുന്നത്. നമുക്കറിയാം 1971 വിമോചന സമരം, ആ സമരത്തിന്റെ മുറിപ്പാടുകൾ ബംഗ്ലായുടെ മണ്ണിൽ നിന്ന് മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വീണ്ടും ഒരു സഹോദര മുസ്ലിം രാഷ്ട്രമാണ് ഞങ്ങളും, നമുക്ക് ഒരുമിച്ച് മുന്നേറേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇഷാഖ് ദർ ബംഗ്ലാദേശിൽ എത്തിയത്. ഇഷാഖ് ദർ ബംഗ്ലാദേശിലേക്ക് പുറപ്പെടണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് അസിം മുനീറിന്റെ അറിവോടുകൂടിയായിരിക്കണം. ഇത്തരത്തിലുള്ള കുരുട്ട് ബുദ്ധികളെല്ലാം തലയിലൂടെ ഇപ്പോൾ ഓടാറുള്ളത് പാകിസ്ഥാനിലെ ഫീൽഡ് മേധാവിയായിട്ട്, ഫീൽഡ് എന്ന് പറയാൻ പറ്റില്ല, ഫീൽഡ് മാർഷലായിട്ടുള്ള അസിം മുനീറാണ്. ആ അസിം മുനീറിന്റെ തലയിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോവുകയുള്ളൂ. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അസ്ഥിരപ്പെടുത്തുന്ന ആളുകൾ ശക്തി പ്രാപിക്കുന്നത് എപ്പോഴും ജാഗ്രതയോടെ തന്നെ കാണണം. നമുക്കറിയാം, പാകിസ്ഥാൻ എന്നും ഇന്ത്യയുടെ ഒരു തലവേദനയാണ്. സത്യത്തിൽ അത് ഒരു ക്യാൻസർ ആണ്. പാകിസ്ഥാൻ ഒരു ക്യാൻസർ ആണ് എന്നുള്ളത് നമുക്കറിയാം. നമുക്കത് മുറിച്ചു മാറ്റാനോ ഒന്നിനും കഴിയാത്ത ഒരവസ്ഥ. കാരണം ഒരു തരത്തിൽ നോക്കിയാൽ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയവരാണ്. ഇപ്പോഴും POKയിലെല്ലാം നമ്മളോട്, അതായത് ഇന്ത്യയോട് ചേരണമെന്ന് വളരെയേറെ ആഗ്രഹത്തോടെ ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അവിടെയുണ്ട്. മറിച്ച് ഓരോ മേഖലയായി തിരിച്ച് അതൊരു രാജ്യമാക്കണമെന്നുള്ള രീതിയിലുള്ള ആളുകളും അവിടെയുണ്ട്. പക്ഷെ ഭൂരിഭാഗവും ഇന്ത്യയോട് ചേരണമെന്നാണ്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ സമാധാനം കൈവന്നതോടുകൂടി എല്ലാവർക്കും എന്തുകൊണ്ട് ഇന്ത്യയോട് ചേർന്നുകൂടാ എന്നുള്ള ഒരു ചിന്ത വന്നു തുടങ്ങി. ആ സമയത്താണ് അസ്ഥിരമായി കിടക്കുന്നത്. നമുക്കറിയാം, 2024 അവിടെ അവാമി ലീഗിന്റെ ഭരണം അവസാനിക്കുന്നതും അവിടെ നിന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഓഗസ്റ്റിൽ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നതും ഇന്ത്യ അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തതും. അതിനുശേഷം ബംഗ്ലാദേശിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ ISIS ഉൾപ്പെടെയുള്ള, ജമാഅത്തെ ഉൾപ്പെടെയുള്ള സകല ഭീകരവാദ സംഘടനകൾക്കും വളക്കൂറുള്ള മണ്ണായിട്ട് ആ ഒരു മണ്ണിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അതിന് പിന്നിൽ ഡീപ് സ്റ്റേറ്റിന്റെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയും ഒക്കെ ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ആ അസ്ഥിരപ്പെട്ട് കിടക്കുന്ന മണ്ണിലേക്കാണ് പാകിസ്ഥാനിലെ വിഷവിത്തായിട്ടുള്ള ഇഷാഖ് ദർ വന്ന് ഇറങ്ങുന്നത്. അവർ വന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ അജണ്ട കാണുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ പഴയ ബന്ധങ്ങൾ, ചിലത് അങ്ങനെയാണല്ലോ, ശത്രുക്കൾ കൂടുമ്പോൾ പഴയ ബന്ധങ്ങളൊക്കെ ചില ഉരസലുകൾ ഉണ്ടെങ്കിലും ആ പഴയ ബന്ധങ്ങളൊക്കെ കുറച്ച് സ്മൂത്ത് ആക്കി എടുക്കാൻ നോക്കും. അത്തരത്തിൽ ആ പഴയ ബന്ധം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക, വ്യാപാരങ്ങൾ വികസിപ്പിക്കുക, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കണക്ടിവിറ്റിയൊക്കെ വർദ്ധിപ്പിക്കുക എന്നിവയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനാണ് അവിടെ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഈ ഇഷാഖ് ദർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപനേതാവായിട്ടുള്ള സയ്യിദ് അബ്ദുള്ള മുഹമ്മദ് താഹിറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ വർഷം ഈ പറയുന്ന രീതിയിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരുന്ന, അവിടെ രൂപപ്പെട്ടു വന്ന പുതിയ പാർട്ടിയുണ്ട്, നാഷണൽ സിറ്റിസൺ പാർട്ടി. ഇതിന്റെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതൃത്വവുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. കൂടാതെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അത്തരത്തിലുള്ള സംഘടനകളുടെ ഒക്കെ നേതാക്കളുമായിട്ടുമൊക്കെ ഈ ഇഷാഖ് ദർ വലിയ രീതിയിൽ ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള
നമുക്കറിയാം ജമാഅത്തയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത്. അത്തരത്തിലുള്ള ISI ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ടൊക്കെ എന്തിന് കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ചില അപകടം മണക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യ എന്നുള്ളതാണ്. മാത്രമല്ല തൊട്ടിപ്പുറത്ത് ചൈന കൂടി നിലനിൽക്കുന്നുണ്ട്. ആ ചൈന അതിർത്തി എന്ന് പറയുന്ന ആ ചൈനയുമായിട്ടുള്ള നമ്മുടെ വിഷയങ്ങൾ ഇതെല്ലാം കിടക്കുകയാണ്. അപ്പൊ 3 രാഷ്ട്രങ്ങൾ ഇന്ത്യക്കെതിരെ അവിടെ ഉടലെടുക്കുകയാണ് ശത്രുതാ മനോഭാവത്തോടുകൂടി. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ചൈന, ഈ രാഷ്ട്രങ്ങൾ ചേർന്നുകൊണ്ട് നമുക്കെതിരെയുള്ള ചില അപായമണികൾ പണിയുകയാണോ എന്നുള്ള ചില കാര്യങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്, സംശയങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന ഇഷാഖ് ദർ എന്ന് പറയുന്ന ഉപപ്രധാനമന്ത്രി മുഹമ്മദ് യൂനസ് വ്യാപാര മേധാവികള്, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ട്. മാത്രമല്ല പലതരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നയതന്ത്രജ്ഞർക്കുള്ള വിസരഹിത പ്രവേശന കരാർ, സാംസ്കാരിക വിനിമയ പരിപാടികൾ, വ്യാപാരം, മാധ്യമങ്ങളുമായിട്ടുള്ള ബന്ധം, അങ്ങനെയുള്ള പലതരത്തിലെ കാര്യങ്ങളിൽ MOU അതായത് ധാരണാപത്രമൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. 6 കരാറുകളിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഈ 6 കരാറുകൾ എന്ത് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. മാത്രമല്ല ശ്രദ്ധിച്ചോ, ഉപപ്രധാനമന്ത്രിയാണ് അവിടെ പോയിരിക്കുന്നത്. എന്തുകൊണ്ട് ഷെഹബാസ് ഷെരീഫിന്റെ ശബ്ദം അവിടെ നിന്ന് കേൾക്കുന്നില്ല? ഷെഹബാസ് ഷെരീഫ് അവിടെ ജീവനോടെ ഉണ്ടോ എന്നുള്ള സംശയം പോലും ഇപ്പോൾ പല രാജ്യങ്ങൾ പല ഭാഗത്തു നിന്നുമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അസിം മുനീറാണ്. ഈ സന്ദർശനം പോലും അസിം മുനീർ അറിഞ്ഞുകൊണ്ടുള്ളതാണ്. ഉപപ്രധാനമന്ത്രിയാണ് വന്നിട്ടുള്ളത്. അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഇടക്കാല സർക്കാരാണുള്ളത്. യൂനസ് ഒരു ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന ഒരാൾ മാത്രമാണ്. നമുക്ക് ഷെയ്ഖ് ഹസീനയുടെ സ്ഥാനത്തേക്കൊന്നും പറയുന്ന മുഹമ്മദ് യൂനസ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും അസിം മുനീർ ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ അങ്ങനെ യാതൊരു തരത്തിലുമുള്ള ഒരു പ്രോട്ടോകോളും ഒന്നും പാലിക്കാത്ത ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് യൂനസുമായി ചർച്ച നടത്തുക? അപ്പൊ ഷെഹബാസ് ഷെരീഫിന് അവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു. പകരം ഇഷാഖ് ദറിനെ ഇറക്കിക്കൊണ്ട് അസിം മുനീർ കളിക്കുകയാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഈ സമയത്ത് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ബംഗ്ലാദേശ് ആർമിയുടെ ക്വാർട്ടർ മാസ്റ്റർ ജനറൽ, ലഫ്റ്റനന്റ് ജനറലായിട്ട് MD ഫൈസുൽ റഹ്മാൻ ഇതിനിടയിൽ പാകിസ്ഥാനിലേക്കും പോയിട്ടുണ്ട്. ഈ പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ളതിന്റെ ബേസിലാണോ അവർ ഇങ്ങോട്ടേക്ക് ഉള്ളത്? അതായത് അവിടെയുള്ള നേതാക്കളുമായിട്ട്, അതായത് ബംഗ്ലാദേശിലുള്ള നേതാക്കൾ എന്ന് പറയുന്നത് മുഴുവൻ ഈ തീവ്രവാദ പാർട്ടികളുടെ നേതാവാണ്. അവിടെ തീവ്രവാദ പാർട്ടികളാണ് അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നേതാക്കൾക്കിടയിലേക്ക് പോവുകയും വരികയും ചെയ്യുമ്പോൾ നമുക്ക് സംശയിച്ച പോലെ ഇന്ത്യ ചൈന അതിർത്തിയിലും നമുക്ക് ചില കാര്യങ്ങളുണ്ട്. കാരണം ബംഗ്ലാദേശ്, ചൈന, പാക് അച്ചുതണ്ടിലേക്ക് ഈ രാജ്യങ്ങൾ വരികയാണ്. ഇവിടെ ധാക്കയിലെ ചൈനയുടെയും പാക്കിന്റെയും സ്വാധീനം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറേബ്യൻ കടൽ, അവിടങ്ങളിലൊക്കെ, പിന്നീട് LOC, LAC എന്നിവിടങ്ങളിലൊക്കെ പ്രതിരോധ സേനകളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലായിക്കോട്ടെ, ഇന്ത്യൻ മഹാസമുദ്രമായിക്കോട്ടെ, അറേബ്യൻ കടലായിക്കോട്ടെ, ഇവിടങ്ങളിലെല്ലാം ഈ 3 രാഷ്ട്രങ്ങളും ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള ചില നീക്കങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ. മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈന, പാക്, ബംഗ്ലാ എന്നിവർ തമ്മിലുള്ള ബന്ധം ദക്ഷിണേഷ്യയിൽ വലിയ ആപത്ത് വരാനുള്ള സാധ്യതയാണ്. അവർ ഏത് തരത്തിൽ പ്രതികരിക്കുക, അല്ലെങ്കിൽ ഏത് തരത്തിൽ നമുക്കെതിരെ ഏറ്റുമുട്ടലിന് വരും, എന്ത് നമുക്കെതിരെ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചവരുടെ കൂടെയാണ് ആയുധങ്ങൾ കൊടുക്കാൻ കെൽപ്പുള്ള ഒരു രാജ്യം വന്ന് നിൽക്കുന്നത്. മാത്രമല്ല കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകൾ കൂടുതൽ ശക്തിപ്പെടുന്നതും നമുക്ക് ഭീഷണിയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ
ബംഗ്ലാദേശിലെത്തിയത് ചില നിഗൂഢ നീക്കങ്ങളുമായിട്ടാണ്. അതിനുള്ള സാധ്യതകളൊക്കെ അവിടെ തെളിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ നിഗൂഢ നീക്കങ്ങളുമായിട്ടുള്ള ചർച്ചകളിൽ ചില പ്രധാനപ്പെട്ട 6 കരാറുകളിലാണ് ഇവർ ഏർപ്പെട്ടിട്ടുള്ളത്. ഈ 6 കരാറുകളും എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച ഭീഷണിയാണ്. ജാഗ്രതയോടെ തന്നെ ഇരിക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.